ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഫ്രഷ് മാംഗോ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ആദ്യം നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസിൽ നിന്ന് തുടങ്ങാം. അതിനായി 1 കപ്പ് മൈദയിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് 3 പ്രാവശ്യം അരിച്ചെടുക്കണം. അതിനുശേഷം 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് ചെറുതായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയിലേക്ക് ഉപ്പ് ചേർക്കുന്നതുകൊണ്ട് പെട്ടെന്നൊന്ന് ബീറ്റ് ചെയ്ത് കിട്ടാൻ സഹായിക്കും. അതിൻ്റെ ആ ഒരു സ്മെല്ല് മാറിക്കിട്ടാനായി നമുക്ക് 1 ടോപ്പ് വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. 3/4 കപ്പ് പഞ്ചസാര കൂടെ ആഡ് ചെയ്ത് അതൊന്ന് അലിഞ്ഞ് പതഞ്ഞ് വരുന്ന വരെ നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതൊരു ക്രീമി ടെക്സ്ചർ ആയിന്ന് ഉറപ്പ് വന്ന ശേഷം 1/4 കപ്പ് ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ ആഡ് ചെയ്ത ശേഷം ഒരുപാട് നേരമായിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അതൊന്ന് മിക്സായി കിട്ടിയാൽ മതി. അതിനുശേഷം 2 പ്രാവശ്യമായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മൈദൻ്റെ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കണം. കൂടെ 1/4 കപ്പ് ചെറു ചൂടുള്ള പാലും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ലോ സ്പീഡിലിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല കേട്ടോ. ലാസ്റ്റായി 1 ടോപ്പ് വിനീഗറും കൂടി ആഡ് ചെയ്ത് ഇതുപോലെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ 6 ഇഞ്ചിന്റെ ബേക്കിംഗ് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ബാറ്റർ ഒഴിച്ച് ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് ഈ രീതിയിൽ അതിന്റെ എയർ ബബിൾസ് കളയാം. 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച ചട്ടിയിലേക്ക് ഒരു സ്റ്റാൻഡ് വെച്ച് അതിന്റെ മേലെ കേക്ക് ടിൻ വെച്ച് കൊടുക്കാം. എയർ കിടക്കാത്ത രീതിയിൽ 40 to 45 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ അങ്ങനെ നമ്മുടെ സോഫ്റ്റ് വാനില സ്പഞ്ച് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഒരു കേക്കിന്റെ ഫുൾ സ്റ്റോറി എനിക്കൊരു ഷോർട്സിൽ ഒതുക്കാൻ പറ്റുന്നില്ല കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. താങ്ക്